ഹരി, അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു പക്ഷേ ഈ ദത്താത്രേയ ഹൊസബേല എന്നുള്ള പേര് കേരളത്തിന് പരിചിതമാകുന്നത് തന്നെ ഇത്തരത്തിൽ ഈ ADGPയുമായുള്ള കൂടിക്കാഴ്ച വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ഇത്രയധികം ദൂരം സഞ്ചരിക്കാനും മാത്രം അദ്ദേഹത്തെ കാണാനായി വേണ്ടി മാത്രം പോകുന്നു. അത്തരത്തിലൊരു എന്ത് വ്യക്തിബന്ധമാണ് അദ്ദേഹത്തിന് ഈ ദത്താത്രേയ ഹൊസബേലയുമായി ഉള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി പൊതുജനത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. അമൃത, അതായത് വ്യക്തിപരമായ സന്ദർശനമോ സ്വകാര്യ സന്ദർശനമോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ നേരത്തെ വന്നിരുന്നത് ADGPയുടെ മൊഴി കൊണ്ടാണ്. അദ്ദേഹമാണ് ഇത് പറഞ്ഞത് വ്യക്തിപരമായ സന്ദർശനമാണെന്ന്. ആ മൊഴി പൂർണ്ണമായിട്ടും സംസ്ഥാന പോലീസ് മേധാവി തള്ളിയിരിക്കുകയാണ്. അതായത് വ്യക്തിപരമായ സന്ദർശനം നടത്താൻ വേണ്ടി മാത്രം ഇത്രയധികം റിസ്ക് ഫാക്ടറുകൾ ഉള്ള ഒരു യാത്ര നടത്തുകയും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നില്ല എന്നുള്ളതാണ് DGP പറയുന്നത്. കാരണം വ്യക്തിപരമായി സന്ദർശിക്കുന്ന കാര്യം പറയുമ്പോൾ ADGP നൽകിയ ഒരു മൊഴി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെയും VD സതീഷിനെയും താൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെയും തന്റെ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെയൊക്കെ സഹായം തേടാനും അല്ലെങ്കിൽ ഇവരുമൊക്കെയായി നല്ല ബന്ധം പുലർത്തുന്നത് കൊണ്ടാണ് തനിക്ക് ക്രമസമാധാന പാലനം നന്നായി നടത്താൻ കഴിയുന്നത്. പക്ഷേ അതുപോലൊരു നേതാവാണോ ഈ ദത്താത്രേയ ഹൊസബേല എന്ന് പറയുന്നത്, ഹരി? അതാണ് അവിടെ ചോദ്യമായിട്ട് DGPയും ഉയർത്തുന്നത്. അദ്ദേഹം അതിൽ വ്യക്തമായി പറയുന്നത് രാഹുൽ ഗാന്ധിയെയോ VD സതീഷിനെയോ കാണുന്നത് പോലല്ല RSSന്റെ ഒരു നേതാവിനെ കാണുന്നത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അന്ന് വയനാട്ടിലെ MP ആയിരുന്നു. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷത്തുള്ള ഒരു നേതാവാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിട്ടില്ലെങ്കിൽ പോലും രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന പ്രതിപക്ഷ നേതാവാണ്. രണ്ടാമത് VD സതീഷിന് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇരിക്കുന്നത് ഭരണഘടനാ പദവിയിലാണ് താനും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ കാണുന്നതിനകത്ത് പ്രശ്നമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നതിൽ പോലും പ്രശ്നമില്ല. പക്ഷെ ഇത് രാഷ്ട്രീയ നേതാക്കളല്ല, RSS എന്ന് പറയുന്ന സംഘടനയുടെ നേതാക്കളാണ്. ഒരു തരത്തിലും ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയമായി പോലും ഇടപെടലുകൾ നടത്താത്ത, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ആളുകളെ, അതും ദത്താത്രേയ ഹൊസബേലയെ പോലെ കേരളത്തിന് ഒട്ടും പരിചിതമല്ലാത്ത പേരുള്ള ഒരു വ്യക്തിയെ കണ്ടത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഉയർത്തുമ്പോഴാണ് DGPക്ക് ഈ 3 പ്രധാനപ്പെട്ട സംശയങ്ങൾ വരുന്നത്. ദത്താത്രേയ ഹൊസബേല എന്ന് പറയുന്ന പേര് പോലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് പരിചിതമായത് ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവാദം പുറത്തു വന്നതിന് ശേഷമാണ്. അതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ ദത്താത്രേയ ഹൊസബേല ഇന്ത്യയിലെ തന്നെ RSSന്റെ 2ാമത്തെ നേതാവാണ്. അതും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുടെ നേതാവിനെ പോയി കണ്ടത് വളരെ ദുരൂഹമാണ്. മാത്രമല്ല ആ കൂടിക്കാഴ്ച സർക്കാരിനെ അറിയിക്കാതെയാണ്. മാത്രമല്ല ആ കൂടിക്കാഴ്ചയുടെ സ്വഭാവം തന്നെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കൊണ്ടായിരുന്നു. അതായത് തന്റെ ഔദ്യോഗിക വാഹനം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സ്വകാര്യ വാഹനത്തിൽ കയറിയാണ് പോയത്. മാത്രമല്ല മറ്റാരോടും ഈ വിവരം പങ്കുവച്ചിരുന്നില്ല. അത് സ്പെഷ്യൽ ബ്രാഞ്ചിനും ഇന്റലിജൻസിനും ലഭിച്ച വിവരങ്ങൾ പ്രകാരമുള്ള റിപ്പോർട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് ആ യാത്രയെക്കുറിച്ചും ആ കൂടിക്കാഴ്ചയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് DGP പറയുന്നത്. അപ്പോൾ അത്രത്തോളം സംശയാസ്പദമായ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു അതെന്നുള്ളതും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ ഇനി എങ്ങനെയെങ്കിലും ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ പോലും അത് ഒരു പക്ഷേ വേണമെങ്കിൽ അംഗീകരിക്കാം. കാരണം അത് 5 മിനിറ്റോളം മാത്രമേ കൂടിക്കാഴ്ച നീണ്ടുന്നുള്ളൂ. മാത്രമല്ല അതൊരു കോൺക്ലേവിൽ പങ്കെടുക്കാൻ പോയപ്പോൾ യാദൃശ്ചികമായി കണ്ടതാണെന്നും അദ്ദേഹം പറയുന്നു. പക്ഷെ ആദ്യത്തെ കൂടിക്കാഴ്ച വ്യക്തിപരമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സമ്മതിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് സംസ്ഥാന പോലീസ് മേധാവി സ്വീകരിച്ചിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ മൊഴി 6 മണിക്കൂറോളം മൊഴിയെടുത്തതാണ് ADGP MR അജിത് കുമാറിന്റെ ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ആ മൊഴി പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവി ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല തുടക്കം തൊട്ട് തന്നെ അദ്ദേഹം ഈ മൊഴിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഹരി, ഇപ്പോൾ DGP നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ DGPയുടെ പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ആദ്യത്തെ 2 നോക്കുകയാണെങ്കിൽ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം പോയത് എന്നുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ള ഗുരുതരമായ ഒരു കാര്യം കൂടി അതിൽ ഉൾപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും അമൃത, അതാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇത് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുക, അല്ലെങ്കിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ADGP പദവിയിൽ ഇരിക്കുന്ന ഒരാൾ DGP പദവി ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ DGP റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു കൂടിക്കാഴ്ച എന്നുള്ള നിലയ്ക്ക് അത് ഗുരുതരമായ സർവീസ് ചട്ടലംഘനം തന്നെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് പോലും ഒരു ധാരണയുണ്ട്. അപ്പോൾ DGP എന്താണ് അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് എന്നുള്ളതാണ് അതിനകത്ത് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ
ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ആ ചട്ടലംഘനം ഏറെക്കുറെ വ്യക്തമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കടുത്ത നടപടിയിലേക്ക് പോകാൻ സർക്കാർ നിർബന്ധിതമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. രണ്ടും വ്യക്തിപരമായ ആവശ്യങ്ങളാണ്. മൂന്നാമത്തെ തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റിവെച്ചാൽ പോലും ആദ്യത്തെ രണ്ടെണ്ണം തന്നെ അതീവ ഗുരുതര സ്വഭാവമുള്ളതാണ്. അതിൽ ആദ്യത്തേത് DGP റാങ്ക് പട്ടികയാണെങ്കിൽ രണ്ടാമത്തേത് പോലീസ് മെഡൽ. അതും രാഷ്ട്രപതിയിൽ നിന്ന് കിട്ടുന്ന പോലീസ് മെഡലിന് വേണ്ടി RSS നേതാക്കളെ കണ്ടു എന്നുള്ളതാണ് അതിനകത്ത് അതിന്റെ ഗുരുതര സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഏതൊക്കെ കാർ ഉപേക്ഷിച്ചു പോയാലും, ഒരു യൂണിഫോമിലും പോയിട്ടില്ലെങ്കിലും, ആരുടെ അനുമതി വാങ്ങിക്കാതെ പോയാലും, എന്ത് സ്വകാര്യത ഉണ്ട് അല്ലെങ്കിൽ എന്ത് സ്വകാര്യ സന്ദർശനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഗുരുതര സ്വഭാവം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല പോലീസ് സേനയുടെ സ്വത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണ് നടന്നതെന്ന് കൂടി പോലീസ് മേധാവി ഇതിനകത്ത് പറയുന്നത്. അതിന്റെ സ്വഭാവം അതീവ ഗുരുതര സ്വഭാവമാണ് എന്ന് തന്നെ വെളിപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് അജിത് കുമാറിന്റെ ഭാവിയെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും നിർണായകമാവുന്നതും. അതാണ് ഇന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചത്. ഇനിയിപ്പോൾ വേണ്ടത് നടപടിയാണ്. ആ നടപടിയിലേക്ക് കടക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. നാളെ മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് കാണുകയും അതിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ആഭ്യന്തര സെക്രട്ടറി ആണോ ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകുക? അതല്ല DGPയുടെ ഭാഗത്ത് നിന്ന് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അമൃത, അതാണ് ആഭ്യന്തര സെക്രട്ടറി ഇനിയിപ്പോൾ റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് കൈമാറണം. ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹത്തിന്റേതായ ചില നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശുപാർശകളോ അതിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ഇന്ന് ആഭ്യന്തര സെക്രട്ടറിയുടെ വീട്ടിലേക്കാണ് പ്രത്യേക ദൂതൻ വഴി ഈ അന്വേഷണ റിപ്പോർട്ട് DGP നൽകിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ആ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹം നാളെ ഇത് മുഖ്യമന്ത്രിക്ക് കൈമാറും. നാളെ ഞായറാഴ്ചയാണ് എന്നുള്ളത് അതിനൊരു തടസ്സമേ ആയി നിൽക്കുന്നില്ല. നാളെ റിപ്പോർട്ട് കൈമാറും. അപ്പോൾ മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് പരിശോധിക്കും. കൂടാതെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നാളെ തന്നെ അദ്ദേഹത്തെ കാണുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കണ്ടുകൊണ്ട് അന്വേഷണ റിപ്പോർട്ടിലെ തന്റെ കണ്ടെത്തലുകളും തന്റെ ശുപാർശകളും അടക്കമുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് ബോധിപ്പിക്കും. റിപ്പോർട്ടിനപ്പുറത്തേക്ക് DGP പറയുമ്പോൾ അതിന് മറ്റൊരു സ്വഭാവം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ആ പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു നടപടി എടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. കാരണം ഇനിയിപ്പോൾ DGPയുടെ റിപ്പോർട്ടിൽ ഇത്രയധികം കണ്ടെത്തലുകൾ വന്ന സ്ഥിതിക്ക് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് മുന്നിലുള്ള ഒരു കാര്യം. അതുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് തന്നെ സർക്കാർ കടക്കും, ഒരു സംശയവുമില്ല അമൃത. അതെ, തുടർ നടപടികൾ തന്നെയാണ് അറിയേണ്ടത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതിനപ്പുറം സസ്പെൻഷൻ നടപടികളിലേക്കൊക്കെ കടക്കാൻ മാത്രം ഗൌരവതരമായൊരു റിപ്പോർട്ട് തന്നെയാണ് DGP ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഹരിമോഹൻ പങ്കുവച്ചത്.